തമിഴ്നാട്ടിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ 4ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീണ 7 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കരഘോഷത്തോടു കൂടിയാണ് സമൂഹ മാധ്യമങ്ങളും സമൂഹവും ഏറ്റെടുത്തത്. പക്ഷേ ആ വാർത്ത വന്നു ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണ നിമിത്തം ആ കുഞ്ഞിന്റെ അമ്മ ജീവനൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വാർത്തയാണ് ഇന്നത്തെ കാര്യത്തിൽ. രമ്യ എന്ന 33-കാരിയാണ് സൈബർ ആക്രമണം താങ്ങാനാകാതെ ജീവൻ അവസാനിപ്പിച്ചത്. 2 കുട്ടികളുടെ അമ്മയായിരുന്നു. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഈ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നതിനിടയിൽ കുഞ്ഞ് അബദ്ധവശാൽ താഴേക്ക് വീഴുന്നത്. അതിനുശേഷം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ അമ്മ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നത്. അമ്മയുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു വലിയ സംഭവം നടക്കാൻ കാരണമെന്നും കുഞ്ഞിൻ്റെ ജീവനെപ്പോലും തൃണവൽക്കരിക്കുന്ന നടപടിയാണ് അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു പിന്നീട് തുടർന്നുകൊണ്ടിരുന്നത്. അടുത്ത ബന്ധുക്കൾ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതോടുകൂടി കടുത്ത വിഷാദ രോഗത്തിന് രമ്യ അടിമയാകുകയാണ്. തുടർന്ന് ചികിത്സ പോലും തേടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആരുമില്ലായിരുന്ന നേരത്ത് അവർ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. അശ്രദ്ധ മൂലമോ ജാഗ്രത കുറവ് മൂലമോ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആ അപകടങ്ങൾ വലിയ സംഭവങ്ങളാകുന്ന കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള ആളുകളുടെ പ്രതികരണം പക്ഷേ പല രീതിയിലാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും 2 തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ജാഗ്രത കുറവ് മൂലമുണ്ടാകുന്ന ഈ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തിയ ശേഷം അവരെ തുടർന്നുള്ള കാലങ്ങളിൽ ആ അപകടത്തിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് തീവ്രമായി ആക്രമിക്കുക എന്ന് പറയുന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ ശൈലി. പക്ഷേ ഒരിക്കൽ പോലും ആ അപകടത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താതെ, അതിലേക്ക് ഒരിക്കൽ പോലും അവരുടെ ചിന്തകൾ പോകാതെ കരുതലോടുകൂടി കാക്കുന്ന ഒരു സമൂഹം വേറെയുമുണ്ട്. ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് മലമുകളിൽ കയറിയ ബാബുവിനെ രക്ഷപ്പെടുത്തിയ ശേഷമുള്ള പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അവർ കടന്നുപോയിട്ടുള്ള ആ ദുഃഖം, ആ പ്രശ്നങ്ങൾ, അതിനെല്ലാം തന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നും ന്യായീകരിക്കുന്നതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും 2 തരം മനോഭാവങ്ങളുടെ കൂടി കാര്യമാണ്. എത്രയൊക്കെ ആയാലും സമൂഹം പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അവസാനമായി ഒന്നുകൂടി പറയാനുണ്ട്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.